ഇങ്ങനെ നമ്മളെ ചിത്രം. ആക്ഷൻ ഉച്ചത്തെ പറഞ്ഞ എന്തേലും പറയട്ടെ. ഹലോ, വെൽക്കം ടു എ ഡേ ഇൻ മൈ ലൈഫ്. നമ്മളിന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ പോവാണ്. ഇവിടെ ക്യാംലൂപ്സ് തന്നെ ഡൗൺ ടൗണിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ആ കാണുന്ന മോളിലാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഈ കാണുന്ന മോൾ. അപ്പം ഞാൻ അതിൽ സ്ക്രിബിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രിഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പെയിന്റ് ചെയ്യുന്നത്. ഗ്രിഡൊക്കെ ഇട്ട് വെച്ചു. ഇനിയിപ്പം ഫോട്ടോ അലൈൻ ചെയ്യണം. അബി ഒരു ഫ്രണ്ടിനെ കൂട്ടാൻ പോയതാ. അപ്പോൾ ആ ടൈമിൽ ഞാനിങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോ ഇങ്ങനെ അബീനെ കാത്തിരിക്കുകയാണ്. കാരണം ഇതിനിപ്പം ഗ്രിഡ് ഇട്ടു. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം വെച്ചിട്ട് അലൈൻ ചെയ്തിട്ട് എനിക്കത് ഫോണിൽ ഇങ്ങനെ നോക്കി വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം അത് പ്രിന്റ് എടുക്കണം. പോയിട്ട് പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ട് വേണം വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് സ്കെച്ച് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള. പക്ഷെ പെട്ടെന്ന് തീരും തോന്നുന്നു. ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്ത പരിപാടിക്ക് ഇത് ഇത്ര എളുപ്പമാണോ? അതുകൊണ്ട് ഞാൻ ഇന്ന് തീർക്കുന്നില്ല. ചിലപ്പോൾ ഇതും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുറേ ദിവസത്തേക്ക് നിൽക്കുമായിരിക്കും. എന്നാലും നോക്കട്ടെ. ഞങ്ങളുള്ളത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിൻസില് ക്യാംലൂപ്സ് എന്നിട്ടുള്ള ചെറിയൊരു ടൗണിലാണ്. അപ്പം ഇവിടെയുള്ള ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് മനില സോഷ്യൽ എന്ന് പറയുന്നത്. അപ്പം അവിടെയാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്തത്. അപ്പം ഇവിടെ തന്നെ ക്യാംലൂപ്സ് ഡൗൺ ടൗണിൽ തന്നെ ഞാനിപ്പം മാസ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ മലയാളികളുടെ സ്വന്തമായിട്ടുള്ള കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലാലിച്ചൻ്റെ കടയിലും പേ ചെയ്തിട്ടുണ്ട്. അപ്പൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റില്ല. അപ്പൊ ഇന്ന് എന്തായാലും എടുക്കാന്ന് വെച്ചു. സോ let's start. Hi baby. 4:45 or 5? Hi baby. YouTube about അത് അവൻ എന്തൊക്കെയോ സ്ക്രിബിൾ ചെയ്തിട്ടത് അതില്. Hi. Hi, yeah, they open? Yeah, they're open, yeah. Okay. Hi, Christina. Vlogging. നല്ല രസമുണ്ട്. ഇങ്ങോട്ട് വാ. ക്യാമറ ഇങ്ങനെ പിടിക്കാൻ ക്രിസ്റ്റീന മുത്ത് എന്റെ മുത്ത് ഞാനാ. പക്ഷെ അബിയാണത് ഡിസൈൻ ചെയ്തതും പിന്നെ എളുപ്പമുള്ള പണിയൊക്കെ ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിനെ നമുക്ക് പ്രിന്റ് എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. പിന്നെ എന്താ ചെയ്യാം? അതിനിപ്പോ നമ്മള് എന്താ പറയാ സ്ക്രിബിളൊക്കെ ചെയ്ത് ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചാൽ വായിക്കാൻ പെട്ടെന്ന് വായിക്കുമ്പോ എവിടേക്കോ ആൾക്കാരൊക്കെ എവിടേക്കോ പോകുന്നത്. അതാണ് ഇപ്പൊ ഗ്രിഡ് ഇട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇതിന്റെ നല്ലൊരു ഫോട്ടോ എടുക്കും. ഓക്കെ, ലൈക്ക് നല്ല കറക്റ്റ് ആംഗിളില് നമ്മുടെ വിഷനിലുള്ള ആംഗിളില് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഇപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഡിസൈൻ ചെയ്ത ചിത്രം ആ ചിത്രത്തിന് മേലെ ഓവർലേ ചെയ്യും. എന്നിട്ട് അത് പ്രിന്റ് എടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോ വരേന്റെ മേഖലകളിൽ എവിടെയാ വരുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ സ്കെച്ച് ചെയ്യും. Yeah, guys. Big artistic projects. Yeah, you know. എന്താണ് നമ്മൾ കണ്ടോ? ചെയ്യുന്നത്? നമ്മൾ അതിലേക്ക് ഒരു കയ്യപ്പ് ചാർത്തുകയാണ്. കയ്യപ്പം. ഞാനാ കയ്യപ്പ്. അക്ഷരം കാണുന്നുണ്ടോ വി? ഞാൻ കാണുന്നില്ലല്ലോ ക്യാമറ ഫോണില്. 3-4 അക്ഷരം മാത്രമേ കാണൂ. കണ്ണാടി വെച്ചിട്ടില്ല. ഞാൻ ലെൻസ് വെച്ചിട്ടുണ്ട്. കണ്ണട വെച്ചാൽ ഭംഗിയുണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ലെൻസ് വെച്ചു. ഈ സൈഡ് എനിക്ക് ഇഷ്ടല്ല, ഈ സൈഡ്. ചായ വേണോ? വേണ്ട. ചായ എടുക്കട്ടെ? ചോദിക്കുന്നേ റെസ്റ്റോറന്റാ, ചായ എടുക്കട്ടെ? വേണ്ട സാധനം വേറെ ഉണ്ട്. ഏതാ? ഓ, ഹിന്ദിയിൽ മോളോ ഉള്ളൂന്ന് ഏതാ അറിയൂല. എടി മോന്ന് ഏതാ എനിക്ക് അറിയുള്ളൂ. എങ്ങനെ ഏതാന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് ഇതിനെ പറ്റി പറയാന്നുള്ളത്? ഇതിനെ പറ്റി
എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ എത്ര ദിവസത്തെ പ്രോജക്റ്റ് ആയിരിക്കും? ഒരു ഇന്റർവ്യൂ പറയട്ടെ. ഓക്കെ, ഇതിപ്പം നമ്മളൊരു 1 വീക്കാണ് വന്നിട്ടുള്ളത്. പക്ഷെ വിത്തിൻ 2 days or 3 days ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന്റെ ഒരു തീം നിങ്ങളാണോ സജസ്റ്റ് ചെയ്യണത്, അതോ അവര് നിങ്ങളോട് പറയുന്നതാണോ? ആക്ച്വലി ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാല് ഇതിന്റെ മെയിൻ ഷെഫ് ഇവരുടെ ഒരു പാർട്ണർഷിപ്പിലുള്ള കടയാണ്. അപ്പൊ അവരുടെ മകന്റെയും ഒരു ഫോട്ടോ ആണ്. ലൈക്ക് അവരൊരു സൺസെറ്റ്, ഒരു ബീച്ച് സൈഡിൽ നിൽക്കുന്ന ഒരു സൺസെറ്റ് വ്യൂ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. എനിക്ക് തോന്നുന്നത് ഇയാളെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പൊ നമുക്ക് നമ്മളത് മോർ ആർട്ടിസ്റ്റിക് ആയിട്ട് എന്താ കൺവേർട്ട് ചെയ്തിട്ട് കുറച്ച് ഇച്ചിരി ഒരു അബ്സ്ട്രാക്ട് പോലെ ഓക്കെ. സോ അപ്പൊ അവരൊരു സ്ഥാനം തരും, എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഇൻപുട്ട് കൊടുക്കും. ഓക്കെ, നൈസ്. ഫിലിപ്പിനോ ബേസ്ഡ് ആണ് ഇവര്. അപ്പൊ ഫിലിപ്പിനോ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മളിങ്ങനെ കുറെ നോക്കി. അപ്പോഴാണ് അയാളുടെ ഫോണിൽ നിന്ന് തോന്നുന്നു ആ പിക്ചർ കണ്ടപ്പോ ലൈക്ക് ആ പിക്ചറിന് ഒരു പെയിന്റിംഗ് ആക്കി അങ്ങനെ ഉണ്ടാവും തോന്നിയപ്പോ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നൈസ്. ഐ ക്യാൻ വെയിറ്റ് ടു സീ. ഇങ്ങനെയൊക്കെ ആക്കിയിടാണല്ലോ അമ്മേ, ഡിസൈൻ അല്ലാണ്ട് എഡ്ജ് ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി കേറി ഇത് കറക്റ്റല്ലേ? ഈ എഡ്ജില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫില്ല് ചെയ്താൽ നോക്കട്ടെ. ഇവിടെ ഇത്ര ഗ്യാപ്പ് ഇരുന്ന് ആ ലൈൻ്റെ അടുത്ത് ആ ലൈൻ്റെ അത്രയും ഗ്യാപ്പ് എടുത്തിട്ട് 3 ഇഞ്ച്. ഓക്കെ. അപ്പൊ ആ സൈഡില് ബ്ലാക്ക് ആകേക്കുന്നേ അല്ല ഏത് കളറായിട്ടോ? ഓരോ വരുമ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാ പോകുന്ന പേട്ടാ? സ്റ്റേപ്പിൾസ് പ്രിന്റ് എടുക്കാൻ പോകും. പ്രിന്റ് എന്തിനാണ്? പ്രിന്റ് എടുത്തിട്ടാണ് നമ്മൾ സ്കൂൾ പെയിന്റേഴ്സ് ആണ്. നമ്മൾ പ്രൊജക്ടേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രൊജക്ടർ കിട്ടിയ എളുപ്പമായിരുന്നു. അതിന്റെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊജക്ടർ വെച്ച് വരച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ സ്വീകരിക്കും. എല്ലാവർക്കും നോക്കി വരയ്ക്കാൻ. പക്ഷെ കുറെ വർക്കൊക്കെ കിട്ടി നമ്മളൊരു പിന്നെ എന്താ വെച്ചാല് നമ്മളെ ഡിസൈനിലാവും പ്രധാനം. ലൈക്ക് വരയ്ക്കലാർക്കും വരയ്ക്കാം, പക്ഷെ ഈ ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും പറ്റില്ല എന്നുള്ള സാഹചര്യം. ലൈക്ക് അത് കുറെ നല്ല ഇതാവണം, സൂപ്പർ ആയാലേ അങ്ങനെയൊക്കെ പറ്റും. അല്ലാണ്ട് ഇപ്പോഴാണ് നമ്മളങ്ങനെ ചെയ്തത്. അതല്ലേ പ്രൊജക്ടർ ഇല്ലാത്തതുകൊണ്ടോ? അല്ലെങ്കിൽ പ്രൊജക്ടർ എനിക്ക് മറ്റേ സാധനം വേണമായിരുന്നു. ബൈനോക്കുലർ ആണോ? കാണുന്നവന്റെ കണ്ണിലാണ് കല. അങ്ങനല്ലേ? ബിഹോൾഡർ. നമ്മളെ ഷേക്സ്പിയർ ആണ് പറഞ്ഞത്. നമ്മള് സ്റ്റേപ്പിൾസ് പോവാണ്. ഇവിടെ നമുക്ക് പ്രിന്റ് എടുക്കാൻ ചെറിയ കടകളൊന്നുമില്ല. പ്രിന്റ് എടുക്കാൻ വലിയ കടയിൽ പോണം. കുറെ പൈസ ആവുന്നുണ്ടോ? ചെറിയ പൈസ കിട്ടും. ചെറിയ കടയിൽ പോയി കഴിഞ്ഞാൽ വലിയ പൈസ കൊടുക്കണം. അതാണല്ലോ അതിന്റെ ഒരു ഗുഡ് ടെൻഷൻ. അവിടുത്തെ പോലത്തെ ചെറിയ കടകൾ, നമുക്ക് ഫോട്ടോ സ്റ്റാറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന കടകളില്ല. അങ്ങനത്തെ കടകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഉള്ളത് വെച്ചാൽ ഫ്രീ ഫോട്ടോ എടുക്കാം, ഫോട്ടോ എടുക്കാം. എല്ലാ സൈസും കിട്ടും. ക്വാളിറ്റി സാധനമാണ്, കസ്റ്റമൈസബിൾ ആണ്. പക്ഷേ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നു. ഒരു പ്രിന്റ് എടുക്കുന്നതിന് ഇത്ര പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെന്താ വെച്ചാല് നമുക്ക് ഇവിടുത്തെ കോളേജ് യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ടെങ്കിൽ സ്റ്റുഡന്റ് ആണെങ്കിൽ, അല്ല സ്റ്റുഡന്റ് അല്ലെങ്കിലും നമുക്ക് പോയി എടുത്തുകൂടെ പ്രിന്റ്? പക്ഷെ സ്റ്റുഡന്റ് ഐ ഡി വേണം, പാസ്വേഡും വേണം ടു ലോഗ് ഇൻ ടു ദാറ്റ് കമ്പ്യൂട്ടർ. ഈവൻ ഇഫ് യു ആർ എക്സ് സ്റ്റുഡന്റ്. നമ്മളൊരു അലുമിനിയം ആണെങ്കിൽ പോവാം. ഞാൻ അലുമിനിയ. പക്ഷെ അവിടെ A4 അല്ല A2 ഒക്കെ പ്രിന്റ് എടുക്കാൻ പറ്റുമോ? A4 ആ ഞാൻ കണ്ടിട്ടുള്ളത്. റെഗുലർ പ്രിന്റ് ആണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ ലൈബ്രറി പോയിട്ടുണ്ട് പ്രിന്റ് എടുക്കാം അല്ലെ? പക്ഷെ അവിടെ പോകുമ്പോ ചില്ലറ വേണം കയ്യിൽ. അവിടെ ടൂണി വേണം. അത് കയ്യിലുണ്ടാവാൻ ചാൻസ് ഇല്ല. പൈസ തന്നെ കയ്യിലുണ്ടാവാറില്ല. നമ്മൾ ചില്ലറക്കാരല്ല, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മള് വലിയ പൈസ കൊടുത്തിട്ട് പ്രിന്റ് എടുക്കാൻ പോവാണ്. സ്റ്റേപ്പിൾസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പഴേക്കും പൊയ്ക്കോ, ഞാനവേ സ്റ്റേപ്പിൾസ് എത്തി ഗൈസ്. ഇതാണ് സ്റ്റേപ്പിൾസ്. വലിയൊരു ചുവന്ന കവർ വെച്ചോ. അതാ ആ ഭാഗം, പ്രിന്റിങ് ഭാഗം. ഓക്കെ, നമുക്ക് പ്രിന്റ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അയ്യോ, മറ്റേ വീഡിയോ ഇറങ്ങിപ്പോയി. ക്യാമറ ഓൺ ആക്കാൻ മറന്നുകൊണ്ട് വീഡിയോ എടുത്ത ക്രിസ്റ്റീനയ്ക്ക് ലാൽസലാം. ഇതാ നമ്മളെ ചിത്രം. so beautiful.
ഇങ്ങനെ ആയാൽ മതിയായിരുന്നു. ഈ ഒരു ലൈറ്റ് ഇതിലും ഭംഗിയാവും. കളേഴ്സ് കിട്ടണം. I trust the artist. That's me. That's me. That's me. Guys, ഇവിടെ പാസ്പോർട്ട് എടുക്കുന്ന സ്ഥലമാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് തന്നെ എടുക്കാം. ഇവിടെ വന്നിട്ട് വേറെ ഇവിടെ പോയിട്ട് നമുക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് നമുക്ക് തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാം. Eyes open. Chin down. Shoulder down. ഷോൾഡർ ടൗണോ? ഒന്ന് മതി. പിന്നെ പേപ്പർ കട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്ത സാധനങ്ങൾ ഈ വീഡിയോ ഫാൻറ്റിൽ വെച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും അറിയണം. എന്നാലും പേപ്പർ കട്ട് ചെയ്യാൻ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കളിക്കും. അപ്പോൾ എത്ര രൂപയായിരുന്നു? $3. $3 എന്ന് പറയുമ്പോൾ 3 × 60 ഓൾമോസ്റ്റ് 3 18 അല്ലേ? ഇപ്പം 60 ഇപ്പം 60 എത്രയോ $100 3 പ്രിന്റാണ് എൻ്റെ കൈ. ഗൈസ് ഇതാണ് കാനഡ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയാൻ കാരണം. പക്ഷെ നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മുറിക്കാതെ വേണ്ട പോവാ. അങ്ങനെ നമ്മൾ ഇന്നത്തെ സ്കെച്ചിങ് കഴിഞ്ഞ് സ്കെച്ചിങ്ങിന്റെ അവസാനത്തെ വീഡിയോ എടുത്തിനോ? അത് കാണുന്നില്ല അല്ലേ? എടുക്കുമ്പോ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇന്ന് കഴിഞ്ഞു. ഇനി നാളെ അവരുടെ കട ഓഫാണ്. അപ്പം നാളെ പോയിട്ട് ബാക്കി ചെയ്യണം. എന്താണെന്നറിയില്ല, പുതിയ ഐഫോൺ കണ്ടതിന് ശേഷം ഈ ഫോണിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഉണ്ട്. നല്ല ലൈറ്റുകളുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഒട്ടും ക്ലാരിറ്റി ഇല്ല വീഡിയോസിന്. ചെയ്തു ഞാൻ എൻ്റെ ആർട്ട് റൂം ഡെക്കറേറ്റ് ചെയ്ത് മീൻസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇപ്പോഴും റെഡി ആയിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥ കാണണം. മുതലേനെ പോലെ കട്ടിൽ കിടക്കുന്നുണ്ട്. മേ ബി പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഗുഡ് നൈറ്റ്. നമ്മളിന്ന് പെയിൻറ്റിങ് ചെയ്യാൻ പോവാണ് മനില സോഷ്യലിൽ. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നതാണ്. സിക്ക് വിളിക്കാം. ഞാൻ ഓൾറെഡി സിക്ക് വിളിച്ചു, കാരണം ഇന്ന് നൈറ്റ് പുറത്ത് ഇരുന്നിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി. ഞങ്ങൾ ഡോളറാമയിൽ വന്നാണ് സാധനം മേടിക്കാണ്ട്. ലൈക്ക് നിലത്തിടുന്ന വിരി, ടിഷ്യൂ പേപ്പർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. അപ്പം അതിന് വേണ്ടി ഡോളറാമയിൽ വന്നതാണ്. അങ്ങനെ വന്നാൽ എന്നോട് കുറേ സാധനം വാങ്ങിപ്പം. അതുകൊണ്ട് ആവശ്യമുള്ള സാധനം മാത്രം എടുത്തിട്ട് പോവാം. ഇവിടുത്തെ ആർട്ട് സെക്ഷൻ എന്നാണ്. കുറേ കലവില സാധനങ്ങളുണ്ട്. വളരെ ചത്തനായിട്ടുള്ള ക്യാൻവാസ് ഒക്കെയാണ്, പക്ഷെ ചെറിയ ചെറിയ പെയിൻറ്റിങ്സിനൊക്കെ നല്ലതാണ്. പിന്നെ ഒരു ക്ലോത്ത് മേടിച്ചു. അതിപ്പം എല്ലാം കൂടെ എത്രയായി? $25. നമുക്ക് നേരെ Hi. What's your thought on our painting? Like, it's just started, Well, but still. in the very beginning, I wasn't sure of it because of those lines. I was going to give you a ruler. I thought we made a mistake, but it's starting to look. I told him it's going to be fun today. Yeah. It's starting to look really good, so I'm excited about it. I know the first stage, like the scribbles, it's just for the base. Yeah. Like, yeah.
for us to figure out where the painting goes. Yeah. I'm happy. We'll see what happens. Yeah. Yeah. So far. You guys excited? Very excited. Very excited. Me too. Thank you. Yeah. Thank you. Let's see what happens. എങ്ങനെയുണ്ട് ബേട്ടാ? വേറെ ലീഗ്. എന്നെ ക്ലിയർ ആവുന്നില്ല. നിർത്താ ഞാൻ പറയട്ടെ. നല്ല ക്ലിയർ ഉണ്ട്. ഈ പാട്ട് പ്രശ്നമാവും. കോപ്പിറൈറ്റിന് ഓഡിയോ വേണം. ഐപാഡ് പോയി പാട്ട് പോസ് ചെയ്യും. എന്തായാലും ഇപ്പൊ സമയം 7:30. സൗണ്ടിൽ എന്നെ ക്യാമറ കാണിച്ചു തരും. തിരിച്ചു ഭയങ്കര. ഹലോ, ഇപ്പൊ സമയം 7:30. ഞങ്ങള് ഒരു 3 മണിക്ക് തുടങ്ങിയതാണ്. അന്നേരം ഞാനിപ്പോൾ ഇന്നിപ്പം ഇതിൻ്റെ സ്കൈൻ്റെ ഭാഗമൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇത് പെട്ടെന്ന് തീർക്കായിരുന്നു, പക്ഷേ കുറച്ച് അബ്സ്ട്രാക്റ്റായിട്ട് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓണേഴ്സ് നമ്മളോട് പറഞ്ഞു കുറച്ച് മെല്ലെ ചെയ്യാൻ. കാരണം ഇന്നലെ ഇവിടെ വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ സ്കെച്ച് ഇടുമ്പോൾ തന്നെ ഇവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞു ഇന്നിപ്പം ക്ലോസ്ഡാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഫിനിഷാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യുന്നത് ഒരു എൻഗേജിങ് ആയിട്ട് തോന്നിച്ചതുകൊണ്ട് ഇനി വരുന്ന വർക്കിംഗ് ഡേയ്സിൽ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് മെല്ലെ ഫിനിഷ് ചെയ്യാമോ എന്ന് ചോദിച്ചതുകൊണ്ട് പ്രോസസ്സ് മെല്ലെയാക്കി. അപ്പം ഞാനിപ്പോൾ സ്കൈ ഇപ്പം ഫിനിഷ് കുറച്ചുകൂടെ ഉണ്ട്. എന്നിട്ട് ഇനിയിപ്പോൾ താഴോട്ട് ചെയ്യാൻ വേണ്ടി കാല് കടഞ്ഞതുകൊണ്ട് ഇരിക്കുക. ഇതിലും കൂടെ ഇരുന്ന് അപ്പം നല്ല ലൈറ്റ്, അതുകൊണ്ട് ഇച്ചിരി വീഡിയോ എടുക്കാൻ വെച്ച്. ഓക്കെ, അങ്ങോട്ട് നോക്കും. ദേ കാണ്. It's a video? Okay. So I was passing this way and I saw the art and I really loved it, and I come inside to record some videos. You're perfect. Bye. Love you. Yeah. ഞാൻ ചെയ്യുന്ന ചിത്രമായതുകൊണ്ടല്ല എനിക്ക് വിഷമില്ല. എന്ത് രസാ. ആ മല കണ്ടോ? പക്ഷെ ഈ മല കണ്ടോ? നല്ല രസമുണ്ട്. എനിക്ക് വരയ്ക്കാൻ തോന്നുന്നില്ല. ഞാനിതിങ്ങനെ നോക്കി നിൽക്കുക വരയ്ക്കാതെ. So happy. എനിക്ക് എന്താ പറയാ, വരയ്ക്കാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ട്. ഞാൻ വരച്ച് കൊള്ളാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുഡ് കഴിച്ച് ഹാപ്പി സാർ ആൻഡ് സച്ചിൻ സാർ എത്തിയിട്ടുണ്ട്. എന്തേലും ഇതെന്താ സാധനം? ഡ്രൈ ഗാർലിക് റിബ്സ് വിത്ത് ഡിപ്പ്. അത് എന്റെ പോർട്രേറ്റ് നിന്റെ എന്ത് എന്റെ ഫോട്ടോ എടുക്കാനുള്ള എന്റെ റൈസ് ഇടരുത്, പോസ്റ്റ് ചെയ്യരുത്. യൂട്യൂബിൽ മാത്രമേ ഇടൂ. നീ പേടിക്കണ്ട. ഏട്ടാ
മീൻസ് ഇങ്ങനത്തെ ചെറിയ മോന്തൊന്നല്ലേ വിലയുള്ള മോന്തയാണ്. ഓ വിലയുള്ള പോണ്ട ഗൈസ്. CP റെയിൽവേയില് ട്രെയിൻ മുട്ടിച്ച ആളാണ്. ട്രെയിൻ കൊണ്ടുപോയിട്ട് വേറൊരു ട്രെയിൻ ഇടിച്ച ആദ്യത്തെ വ്യക്തി. ഇടിച്ചു എന്നിട്ട് അവന് 4 മാസം സസ്പെൻഷൻ. 4 മാസമില്ല, 1.5 മാസം. കൊറേ മാസം അങ്ങനത്തെ കില്ലാടിയായത്. പെയിന്റിങ് ഇപ്പൊ ഇത്ര ടു മച്ച് ലൈറ്റ്. സച്ചിന് എന്താ സംഭവിക്കുന്നേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇവിടെ ആരോ ഒരു പടം വരച്ച് ആൾക്കാരെ കൊല്ലാൻ പറയുന്നത്. അമ്മേട്ടാ എന്താ ഇവിടെ പോലീസ് വന്നത് വല്ല അറിവുണ്ടോ? ആരും അടിച്ച് കട്ടായിട്ട് അതിന്റെ ഉള്ളിൽ പോയി കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. വിഷയം സൂര്യപ്രഭാവം കൊണ്ട് പോലീസ് വരെ വന്നു. പോലീസ് അല്ല, ഫയർഫോഴ്സ്. എന്താ സംഭവിക്കുന്ന അവിടെ? ബിൽഡിംഗ് നിന്ന് കത്തോ? ഒരു കാര്യം ചെയ്യ്, ചിത്രം വരച്ചോ. സമയം 9. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല വ്യൂ ഉണ്ടാവും. സമയം 9:15. ഞാൻ കണ്ണില് ലെൻസ് വെച്ചായിരുന്നു, പക്ഷെ എനിക്കത് ഇറിറ്റേഷനായി. കാരണം 2 മണിക്ക് വെച്ചല്ലേ, എടുക്കാൻ സമയമായി. ലെൻസ് എടുക്കാൻ പോവാം. ഈ വോള് കണ്ടോ? ഈ വോളും നമ്മള് ചിലപ്പം പെയിന്റ് ചെയ്യായിരിക്കും. ഒരു ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസൈൻ ശരിയാക്കിക്കൊണ്ടിരിക്കും. ഇല്ല, ക്യാൻസൽ. ഈ കണ്ണ് എടുത്തോ, പറ്റുന്നില്ല. അത് ഫോർക്ക് വേണോ കത്ത് വേണോ? ഓ, ഇനി വീഡിയോ ഉണ്ടോ അതിന്റെ ഇടയ്ക്ക്? അങ്ങനെ ചെയ്ത് നോക്കൂ. വീഡിയോ എടുക്കുന്ന അറിയാത്ത പോലെ. ഇല്ല, ഞാൻ കണ്ടില്ല. തോന്നിയാലോ? കേട്ടോ, തമാശ കളിക്കുന്നോ? അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എങ്ങനെയോ കണ്ണിന്ന് ലെൻസ് ഊരിയെടുത്തു. ഇന്നിപ്പോൾ നമ്മളിത് ഇത്ര വെച്ച് നിർത്തുകയാണ്. ഈ സാധനങ്ങളൊക്കെ മടക്കി ഇവിടെ തന്നെ വെക്കുക, അങ്ങനെ വിചാരിക്കുന്നത്. പിന്നെ ഇന്ന് കടലും കരയൊക്കെ ചുമ്മാ ഞാൻ കളർ ഫില്ല് ചെയ്തിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ചുമ്മാ വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊക്കെ മടക്കി ഒരു സൈഡിലാക്കി വെക്കണം. സമയം 1 മണി കറക്റ്റ്. അപ്പം എത്ര നേരം പണിയെടുത്തില്ല, 3 മണി തൊട്ട് 4, 5, 6, 7, 8, 9, 10 മണിക്കൂർ, 9 മണിക്കൂർ നടുവൊക്കെ വരച്ചാലൊന്നും മനസ്സിലായില്ലായിരുന്നു വേദന ഉണ്ടോയെന്ന്. ഇപ്പം നല്ലോണം ഫീൽ ആവുന്നുണ്ട്, കുഴച്ചിൽ വരുന്നു. ഇനി ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം കിടന്ന് എണീക്കണം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഒന്നും ഞാൻ നല്ല വീഡിയോ ഒക്കെ എടുക്കണം, എനിക്ക് ടൈം ലാപ്സ് ഒക്കെ എടുക്കാം, എല്ലാം സെലക്ട് ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഫോണിൽ ചാർജില്ല, പ്രധാനമായിട്ട് ഫോണിൽ മെമ്മറി ഇല്ല. നിങ്ങൾ ചോദിച്ചു പോയപ്പോൾ ഞാൻ ഇന്ന് ഡിലീറ്റ് ആക്കണം നേരത്തെയാണ്, സ്പേസ് ഉണ്ടാക്കണം, പറ്റില്ല, മറന്നുപോയി. എല്ലാം കൊണ്ടൊരു സുഖമില്ലെന്ന്. പോയി നോക്കാം. സമയമാണെങ്കിൽ സമയം എത്രയായി? 2-3 മണിയായി. അവിടെ ഇന്ന് ഫുൾ ഡേ ആവും തോന്നുന്നു. ഇപ്പം കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ ലൈവായിട്ട് പെയിൻറ്റ് ചെയ്യും. ഞാൻ പെയിൻറ്റ് ചെയ്യുന്ന നോക്കിയിരിക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല.
മെന്റലി ഒരു സുഖമില്ലാത്തത് കൊണ്ട് എന്താവും അറിയില്ല. നല്ലോണം ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഇന്നലെ ഞങ്ങൾ പുറമെ പോയപ്പോ മഴ കൊണ്ടു, മഞ്ഞു കൊണ്ടു. ഇനിയിപ്പം എന്തോ പോലെ ഇപ്പൊ ഇന്നൊരു മൂടി ദിവസമായിരുന്നു. പിന്നെ വേറെ എന്താ വെച്ചാൽ ഇന്ന് അപ്പിയാണെങ്കിൽ കൂടെ ഉണ്ടാവില്ല, അവന് ജോലിയുണ്ട്. അപ്പൊ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകും. ഇഷ്ടായോ? കഴിഞ്ഞില്ല, പക്ഷെ എനിക്ക് ഇന്നൊരു മൂടില്ല. നമ്മളെ ആർട്ടിസ്റ്റ് ഒരു ബോർഡ് വെക്കാൻ പോവാണ്. മീറ്റ് ദ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു സാധനം നമ്മൾ പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഏറത് ഇത് വെക്കാൻ ഒരു സാധനം വേണം. ആ സാധനമാണ് ഇത്. ഓക്കെ അല്ലേ? രക്ഷ ഞാൻ പറഞ്ഞാൽ വെറുതെ മീറ്റ് ആർട്ടിസ്റ്റ് മാത്രം മതിയെന്ന് ഫോട്ടോ ഒക്കെ വെച്ച് ചോക്കപ്പ് ആൾക്കാര് കാണാനാ. പാക്കാൻ പറ്റല്ലേ അവൾ തുടക്കുന്ന വീടുണ്ട്. ഇവിടെ വന്നിട്ട് പെയിന്റ് നിലത്ത് തട്ടി മറിച്ചിട്ടോണ. വിശന്നിട്ടാണോ എൻ്റെ പ്രശ്നം എന്നറിയാഞ്ഞിട്ട് ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാന്ന് വെച്ചു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നല്ല മെയിനായിട്ടുള്ള 2 ഡിഷ് ഓർഡർ ചെയ്തു. ഫുഡൊക്കെ സൂപ്പറായി കഴിച്ചു. ഈ ആട് വലിയ ഇഷ്ടമില്ലാത്തതാ, പക്ഷെ അത് നല്ല രസമുണ്ട്. ഓ ടേസ്റ്റി. സ്പൈസ്ഡ് ലാം ഷാങ്ക്, അതാണ് എൻ്റെ പേര്. ഒന്ന് കഴിക്കുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ. ഇന്നിപ്പോ നമ്മളിവിടെ 4ാമത്തെ ദിവസമാണ് വരുന്നത്. ഞാൻ ഇന്നലെ ഒരു രസമല്ലായിരുന്നു, അതുകൊണ്ട് മൊത്തം ചെയ്യാൻ പറ്റിയില്ല. മൊത്തമല്ല, ഇച്ചിരി പോലും ചെയ്തില്ല. ഇച്ചിരി കടലൊക്കെ ഞാൻ അവിടെ കാണിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി പോയി എന്നേ ഉള്ളൂ. എനിക്ക് വലിയ ക്ഷീണത്തിലായിരുന്നു. അപ്പൊ ഇന്നിപ്പം വന്ന് ഞാൻ കടലും ഇന്ന് ബോട്ട് വെച്ച് ബാക്കിയുള്ള കടലും കരയും കൂടെ തീർക്കാൻ വിചാരിക്കാണ്. സോ ദിസ് ഈസ് ദ അപ്ഡേറ്റ്സ്. ഫൈനലി നമ്മുടെ പെയിൻറ്റിങ് അങ്ങനെ തീർന്നു. ഇനിയിപ്പം കുറച്ച് ഫൈനൽ ടച്ചസ് ഒക്കെ ബാക്കിയുള്ളൂ. അത് പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ഇട്ടത്. അപ്പം വോള് പെയിൻ്റൊക്കെ വലിച്ചെടുത്ത് ഇനിയും കുറച്ച് എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ ചെയ്യാമല്ലോ. പിന്നെ ഇതിനൊരു ബോർഡർ കൂടെ കൊടുക്കാനുണ്ട്, അത് ലാസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ ഇന്ന് പെയിൻറ്റിങ് ഒരുവിധം തീരാറായി. ഇന്നിപ്പം ഡേ 5 ആണ്. ഇതിനിപ്പം എഡ്ജസ് ഒക്കെ പെയിൻറ്റ് ചെയ്യാനും കുറച്ച് മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് ഫൈനൽ ടച്ചസ് ഒക്കെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. അഭിപ്പം ഇതിന് ചുറ്റുമുള്ള ബ്ലാക്ക് പെയിൻറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. നോർമൽ കളർ വെച്ച് ഫില്ല് ചെയ്യുന്നില്ല, അക്രിലിക് വെച്ച് ഫില്ല് ചെയ്യുന്നില്ല, കാരണം പെയിൻറ്റ് തന്നെ വേണം. കാരണം ഇതിൻ്റെ ചുറ്റുമുള്ള പെയിൻറ്റ് ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മളിപ്പം അതിൻ്റെ ടെക്സ്ചർ മാറിയിട്ടുണ്ട്, അത് മാത്രം ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വെക്കും. അതുകൊണ്ട് മാറ്റ് ഫിനിഷ് ഉള്ളൊരു ബ്ലാക്ക് പെയിൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം പോയിട്ടുള്ളത്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിങ്ങനെ അവൻ വരുന്നവരെ, കാരണം അവസാന നിമിഷം ഞാൻ എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്ത് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തൊടാൻ പേടിയാണ്. വെയിറ്റിംഗ് ഫോർ ഹിം. അതാണല്ലേ കുറച്ചുകൂടെ.
ഫൈനൽ ഫൈനൽ. ഇവിടെ ഇന്ന് ഐറിഷ് ആഘോഷമായിട്ടുള്ള സെൻറ്റ് പാട്രിക്സ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ള സെലിബ്രേഷനാണ്. അപ്പം ഡൗൺ ടൗൺ നല്ല ആക്റ്റീവാണ്. പക്ഷേ ഈ കട ഇന്ന് ഓപ്പണല്ല. അപ്പം അവർക്ക് എന്നിട്ട് വിഷമമാണ്. പുഴയിലെ കൂടി ഒരാൾ പോകുന്നു. ഇന്ന് കട ഇവിടെ തുറക്കാത്ത വലിയ നഷ്ടമാണ്. നമ്മൾ ഇന്ന് പെയിൻറ്റിങ് തീർത്തു. ഇതാണ് ഫൈനൽ. ഇവിടെ ഈ കാണുന്ന ഹൈറ്റിൽ ഇവിടെ ചെയേഴ്സ് വരും. ഇവിടെ ഡൈനിങ് ഉണ്ട്. അപ്പം അതിൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ട് ഇവിടെ മുന്നിലുണ്ടാകും. സോ എത്ര ദിവസം എടുത്തു നമ്മളിത്? 1 വീക്ക്. 1 വീക്ക്. അതിൽ 5 ദിവസം വന്ന് പെയിൻറ്റ് ചെയ്തു. ഇങ്ങനെയാണ്. And this is Romeo, our chef. That looks great. Thank you. So, what's your thought now? I know it's Maya. So, Yeah, so it's just, super special, right? it really is. From the very beginning, we weren't sure. And look at it now, it's beautiful. Thank you. So, this girl, this is a photograph of his daughter, Maya. So, Means so much to me. Yeah. It's good. thank you. Thank you for giving us this opportunity. Thank you for doing that. It's amazing. It's amazing. Masterpiece. So, we're going to wind up with that. Thank you. Thank you, Romeo. Thank you. Hey.